Three Little Pigs. നല്ല ഒരു കഥയാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു കഥയാണ്. 3 Little Pigs. 3 pigs ഉണ്ട്, 3 പന്നിക്കുട്ടികളുണ്ട് അല്ലേ. ആ ബ്രദേഴ്സാണ് അവരുടെ ഒരു കഥയാണ്. വായിക്കാം. Once upon a time, 3 little pigs lived with their mother in a pretty stone house. The little pigs loved to build things. ഒരിക്കൽ 3 pigs ഉണ്ടായിരുന്നു കേട്ടോ. കാണല്ലേ അവരെ? ഒരു റെഡ് ഡ്രസ് ഇട്ടൊരു പിഗ് ഉണ്ട്, ഒരു ഗ്രീൻ ഡ്രസ് ഇട്ടൊരു പിഗ് ഉണ്ട്, ഒരു ബ്ലൂ ഡ്രസ് ഇട്ടൊരു പിഗ് ഉണ്ട് അല്ലേ. അവര് ബ്രദേഴ്സാണ്. അവരെന്താ ചെയ്തിരുന്നത്? അമ്മയുടെ കൂടെ നല്ല ഭംഗിയുള്ളൊരു സ്റ്റോൺ ഹൗസ്, നല്ല കല്ലുകൊണ്ട് ഉണ്ടാക്കിയ നല്ല ഭംഗിയുള്ളൊരു വീട്ടിലാണ് താമസിച്ചത്. അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. അവർക്കുണ്ടല്ലോ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. One day, the oldest pig said, I'm going to build a house of my own. അപ്പോൾ ഏറ്റവും വലിയ പിഗ് ഒരു ദിവസം പറഞ്ഞു, എനിക്ക് സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കാൻ പോവാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ ബ്രദേഴ്സ് എന്താ പറഞ്ഞത്? What fun! Me too, said his brothers. So they packed their tools and kissed their mother goodbye. അപ്പോൾ ബ്രദേഴ്സ് നല്ല രസമായിരിക്കും, ഞങ്ങളും ഉണ്ടാക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. ഈ ഏട്ടൻ പറഞ്ഞു കേട്ടിട്ടേ ഞങ്ങൾ ഉണ്ടാക്കാൻ പോവാണ് വീട് പറഞ്ഞിട്ട് അവരെന്താ ചെയ്തത്? പാക്ക് ചെയ്തു. ടൂൾസ് ഒക്കെ, വീടൊക്കെ ഉണ്ടാക്കാൻ ടൂൾസ് വേണ്ടേ? ടൂൾസ് ഒക്കെ പാക്ക് ചെയ്തിട്ട് അമ്മയോട് ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാണ്. അമ്മയുടെ മുഖത്ത് കുറച്ചൊരു പേടിണ്ട് തോന്നുന്നു, സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊക്കെ പോവല്ലേ. അപ്പോ ആ ഏറ്റവും വലിയ പിഗ് എന്താ പറഞ്ഞത്? Don't worry mother, we'll be careful, the oldest pig said. അപ്പൊ അമ്മയോട് പറഞ്ഞു, അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ ഭയങ്കര ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തോളാം, ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവാണ് വീടുണ്ടാക്കാൻ കേട്ടോ. The youngest pig was lazy. He built his house out of a pile of straw. Look, I'm already finished, he said. അപ്പൊ ഏറ്റവും ചെറിയ പിഗ് ഉണ്ടായിരുന്നു കേട്ടോ, ഏറ്റവും അനിയൻ പിഗ് ഇല്ലേ, ആ പിഗ് ഭയങ്കര ലേസിയാണ്, കുറച്ച് മടിയനാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് മടിയാണ്. അപ്പൊ എന്ത് ചെയ്തു? ഭയങ്കര എളുപ്പമായിട്ടുള്ള എന്തെങ്കിലും എളുപ്പമായിട്ട് എങ്ങനെ വീടുണ്ടാക്കാന്ന് ആലോചിച്ചിട്ട് വീടുണ്ടാക്കി. എന്തുകൊണ്ടാണ് വീടുണ്ടാക്കിയത്? പൈൽ ഓഫ് സ്ട്രോസ് അല്ലെ, ഈ വൈക്കോൽ ഉണ്ടാവില്ലേ, വൈക്കോല് പുല്ലുകൊണ്ട് ഉണ്ടാക്കണ പോലത്തെ ഒരു സാധനം, ആ വൈക്കോല് എടുത്തിട്ട് വീടുണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ടോ പെട്ടെന്ന് വീട് ഉണ്ടാക്കി കഴിഞ്ഞു അല്ലെ. പെട്ടെന്ന് വൈക്കോലൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടി പെട്ടെന്ന് ഒരു വീട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ കുറച്ച് മടിയായതുകൊണ്ട് അങ്ങനെ അധ്വാനിക്കാനൊന്നും വയ്യ, അങ്ങനെ പണിയെടുക്കാനൊന്നും വയ്യ. അപ്പൊ പെട്ടെന്ന് വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതാ കാണണ്ടോ, അതാ ഗ്രീൻ ഡ്രസ് ഇട്ടുള്ള ആ പിഗിനെ കണ്ടോ? അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് വീട്ടിന്റെ മുമ്പിൽ കേട്ടോ. എന്നിട്ട് എന്താ പറഞ്ഞത്? ലുക്ക്, ഐ എം ഓൾറെഡി ഫിനിഷ്ഡ്. കണ്ടോ, എന്റെ പണി കഴിഞ്ഞു, ഞാൻ വീടുണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ അത് കണ്ടിട്ടേ ഏട്ടൻ എന്താ പറഞ്ഞത്? ഏറ്റവും വലിയ പിഗില്ലേ എന്താ പറഞ്ഞത്? It does not look very strong, the oldest pig said. What if the wolf comes? അപ്പൊ ആ വീട് കണ്ടിട്ട് ഈ ഏറ്റവും വലിയ ഏട്ടനില്ലേ, ഏട്ടൻ പറഞ്ഞു, ഇത് കണ്ടിട്ട് അത്ര സ്ട്രോങ് ആണെന്ന് തോന്നുന്നില്ല, വൂൾഫ് വന്നാൽ നീ എന്ത് ചെയ്യും ചോദിച്ചു ഈ പിഗിന്റെ അടുത്ത്, ഈ ഗ്രീൻ ഡ്രസ് ഇട്ടുള്ള പിഗിന്റെ അടുത്ത്. അപ്പോഴോ എന്താ പറഞ്ഞത്? ഐ എം നോട്ട് worried, said the youngest pig. ആ ചെറിയ പിഗ് എന്താ പറഞ്ഞത്? ഏറ്റവും അനിയൻ പിഗ് എന്താ പറഞ്ഞത്? എനിക്ക് അത്ര പേടിയൊന്നുമില്ല, വൂൾഫ് വരുമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോ ഈ ഏട്ടൻ ഇങ്ങനെ നടക്കാണ്. ബ്രിക്സ് ഒക്കെ ഉണ്ട് കയ്യിലല്ലേ, ബ്രിക്സ് ഒക്കെ എടുത്തിട്ട് വീടുണ്ടാക്കാൻ പോവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഈ ഏട്ടൻ ഇങ്ങനെ നടന്ന് പോണ വഴിക്ക് അടുത്ത ആരെയാ കണ്ടത്? ആ രണ്ടാമത്തെ അനിയനെ കണ്ടു അല്ലേ. ആ നമ്മുടെ ബ്ലൂ ഡ്രസ് ഇട്ടുള്ള ഒരു പിഗ് ഉണ്ടായിരുന്നില്ലേ, ആ പിഗിനെ കണ്ടു. The middle pig built his house out of sticks. Look, I'm nearly finished, he said. അപ്പൊ ആ പിഗും കുറച്ച് മടിയനാണ്. നമ്മുടെ ഏറ്റവും ചെറിയ ആ ഗ്രീൻ ഡ്രസ് ഇട്ടുള്ള പിഗ് ഇല്ലേ, ആ അത്രയ്ക്കും മടിയനല്ല, എന്നാലും കുറച്ച് മടിയൻ തന്നെയാണ്. അപ്പൊ ഈ മിഡിൽ പിഗ് എന്താ പറഞ്ഞത്? ഈ ബ്ലൂ ഡ്രസ് ഇട്ടിട്ടുള്ള പിഗ് എന്താ പറഞ്ഞത്? ഐ എം ഓൾമോസ്റ്റ് ഫിനിഷ്, എന്റെ കഴിയാനായി. കാരണം എന്താ, ആ ഒരു വടി ഉണ്ടാവില്ലേ, വടികളൊക്കെ എടുത്തിട്ടാണ്, സ്റ്റിക്സ് എടുത്തിട്ടാണ് വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് കണ്ടപ്പോഴും ഈ ഏറ്റവും വലിയ ഏട്ടന് എന്ത് തോന്നി? അത്ര സ്ട്രോങ് അല്ല ഈ വീടെന്ന് തോന്നി കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്? Those sticks does not look very strong, the oldest pig said. What if the wolf comes? അപ്പോഴത് കണ്ടപ്പോഴും സ്ട്രോങ് അല്ലാത്ത കണ്ടപ്പോ ആ ഏട്ടൻ ചോദിച്ചു കേട്ടോ, റെഡ് ഡ്രസ് ഇട്ട് നമ്മുടെ ഏറ്റവും വലിയ പിഗ് ചോദിച്ചു, അത് കണ്ടിട്ട് അത്ര സ്ട്രോങ് ആണെന്ന് തോന്നുന്നില്ല, വൂൾഫ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പൊ ഈ ബ്രദറും പറഞ്ഞു, യു വറി ടു മച്ച് അല്ലെ, ഈ ഏട്ടന് എപ്പോഴും ഭയങ്കര ടെൻഷൻ ആവുന്നത്, എപ്പോഴും വറി ചെയ്യേണ്ട, ഇത്രയൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല, വൂൾഫ് ഒന്നും വരില്ല എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് ആ രണ്ടാമത്തെ പിഗ്. The oldest pig built his house out of bricks.
He worked all day and the next day too. അങ്ങനെ നമ്മുടെ ഏറ്റവും വലിയ പിഗില്ലേ, ആ റെഡ് ഡ്രസ് ഇട്ടിട്ടുള്ള ഏറ്റവും വലിയ ഏട്ടനില്ലേ, ആ വലിയ പിഗ് എന്താ ചെയ്തത്? ബ്രിക്സ് കൊണ്ടാണ് വീടുണ്ടാക്കിയത്. ഈ വലിയ പിഗ് ഉണ്ടല്ലോ, ഈ റെഡ് ഡ്രസ് ഇട്ട പിഗില്ലേ, അത്ര മടിയനൊന്നും അല്ല. എല്ലാം കാര്യങ്ങളൊക്കെ നല്ലോണം നല്ല തറുവായി ചെയ്ത് നല്ലോണം അധ്വാനിച്ച് സമയമൊക്കെ എടുത്ത് നല്ല കാര്യങ്ങൾ നല്ല പ്രോപ്പറായി ഉണ്ടാക്കുന്ന ഒരു പിഗാണ്. അപ്പൊ എത്ര ദിവസം എടുത്തു? ഈ ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും പണി കഴിയില്ല അല്ലേ? അപ്പോൾ അങ്ങനെ ആ ദിവസം പണിയെടുത്തു, പിറ്റേ ദിവസവും പണിയെടുത്തു, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിയാണെങ്കിലും നല്ലൊരു വീട് ഈ പിഗ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കണ്ടിട്ട് ആ അനിയന്മാര് ചോദിക്കുന്നുണ്ട്, when are you going to finish? His brothers asked. എപ്പോഴും നിന്റെ പണി കഴിയാ അല്ലേ? മറ്റു രണ്ടുപേരും കുറച്ച് മടിയന്മാരായതുകൊണ്ടേ പെട്ടെന്ന് ചെറിയൊരു കുഞ്ഞി വൈക്കോൽ കൊണ്ടുള്ള വീടും വടി കൊണ്ടുള്ള വീടൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് പണി തീർത്തിട്ട് കളിക്കാൻ പോയി. അപ്പൊ ഈ ഏട്ടൻ ചെയ്യണ കണ്ടിട്ട് ചോദിക്കണം, എപ്പോഴാ നിന്റെ പണി എപ്പോഴാ കഴിയാ ചോദിക്കുന്നത്. വി വോണ്ട് ടു ഡു സംതിങ് എൽസ് നൗ. ഞങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ചെയ്യാനാ തോന്നുന്നത്, വീടുണ്ടാക്കാനോ തോന്നുന്നില്ല, ഞങ്ങൾ പെട്ടെന്ന് വീടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി കളിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. I want my house to be strong, said the oldest pig. The wolf might come. എന്താ പറഞ്ഞത്? അപ്പോ ആ ഏറ്റവും വലിയ പിഗ് എന്താ പറഞ്ഞത്? എന്റെ വീട് എനിക്ക് സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കാനാണ് ഇഷ്ടം അല്ലെ? അഥവാ വൂൾഫ് വന്നാല് വൂൾഫിന് വീടൊന്നും നശിപ്പിക്കാൻ പറ്റില്ല, വീടിന്റെ ഉള്ളൊന്നും കയറാൻ പറ്റില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടാണെങ്കിൽ. അപ്പൊ എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള വീട് ഉണ്ടാക്കാനാണ് ഇഷ്ടം. ഇനി അഥവാ വൂൾഫ് വന്നാലോ, അതുകൊണ്ട് എനിക്ക് സ്ട്രോങ് വീടാണ് ഇഷ്ടം പറഞ്ഞു. Don't be silly. You worry too much, his brother said. എന്താ പറഞ്ഞത്? അപ്പൊ അനിയന്മാരെന്താ പറഞ്ഞത്? സില്ലി ആവേണ്ട ആവശ്യമൊന്നുമില്ല, വൂൾഫ് ഒന്നും വരുമൊന്നുമില്ല, ഭയങ്കര വല്ലാതെ വെറി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാടൊക്കെ പണിയെടുക്കണമെന്നൊക്കെ ബ്രദേഴ്സ് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ കളിക്കാൻ പോയി. പിന്നെ പിറ്റേ ദിവസം എന്താ പറ്റിയത്? The next day, the oldest pig decided to take a nap. Suddenly, the wolf poked his nose through the window. Ha! I can blow down this house in no time, the wolf said to himself. കാണുന്നുണ്ടോ? അതാ അങ്ങനെ നെക്സ്റ്റ് ഡേ ഉണ്ടല്ലോ, ആ ഏറ്റവും അനിയനായിട്ടുള്ള വൂൾഫില്ലേ, ഏറ്റവും ചെറിയ വൂൾഫില്ലേ, അവിടെ ആ വൈക്കോലോട്ട് ഉണ്ടാക്കി വീട്ടിന്റെ ഉള്ളില് കിടന്നുറങ്ങാണ്, ഒരു നാപ്പ് എടുക്കുകയാണ്. അപ്പൊ ആരാ വന്നത്? ആരാ നോക്കണ്ട വിൻഡോന്റെ ഉള്ളിൽ കൂടെ? വൂൾഫ് നോക്കുന്നുണ്ട്. വൂൾഫ് വന്നു കേട്ടോ. വൂൾഫ് നോക്കിയിട്ട് ഇങ്ങനെ നോക്കി ഈ വീടൊക്കെ കണ്ടിട്ട്, ഇതെനിക്ക് ഇപ്പൊ ഒരു സെക്കൻഡ് കൊണ്ട് ഈ വീടൊക്കെ ഇങ്ങനെ തകർത്തിടാൻ പറ്റും അല്ലേ? The wolf huffed and puffed, and in no time at all, the straw houses blew into smithereens. അങ്ങനെ എന്ത് ചെയ്തു വൂൾഫ് വന്നിട്ട്? ഹഫ്ഡ് ആൻഡ് പഫ്ഡ്, സ്ട്രോങ് ആയിട്ട് ഊതാൻ തുടങ്ങി. വൈക്കോലുകൊണ്ട് ഉണ്ടാക്കിയതല്ലേ, വൂൾഫ് സ്ട്രോങ് ആയി ഊതുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റി? ആ വീടൊക്കെ തകർന്ന് താഴെ വീണു. വൈക്കോലുണ്ടാക്കിയ വീടായതുകൊണ്ട് എന്താണ്? സ്ട്രോങ് അല്ല, തീരെ സ്ട്രോങ് അല്ല അല്ലേ? അപ്പൊ എല്ലാം താഴെ വീണു കേട്ടോ. The youngest pig was blown right out of the other side. Oh dear, said the little pig. This is no place for me. ആ ഊതിയപ്പോ അങ്ങനെ വീടൊക്കെ തകർന്ന് ആ ഊതിയ സൈഡിൽ അപ്പുറത്തേക്ക് തെറിച്ചു പോകുന്നുണ്ട് കേട്ടോ. മറ്റേ പിഗ് കാണുന്നുണ്ടോ, അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു അല്ലേ ആ കുഞ്ഞി പിഗ്, അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി. എന്നിട്ട് എന്താ പറഞ്ഞത്? ഓ ഡിയർ, ദിസ് ഇസ് നോ പ്ലേസ് ഫോർ മീ. അയ്യോ, ഇതെനിക്ക് പറ്റിയ സ്ഥലമല്ല അല്ലേ? വൈക്കോലുകൊണ്ട് സ്ട്രോങ് അല്ലാത്ത വീടുണ്ടാക്കിയപ്പോഴേ അതൊക്കെ തകർന്നു പോയപ്പോ പറയാണ്, അയ്യോ ഇതെനിക്ക് പറ്റിയ സ്ഥലമല്ല പറഞ്ഞു കേട്ടോ ഏറ്റവും ചെറിയ വൂൾഫ്. എന്നിട്ട് എന്താ ചെയ്തത്? He ran as fast as he could to the stick house where his brother lived. അപ്പൊ അവിടുന്ന് ഓടിയിട്ട് എങ്ങടാ പോയത്? ഈ വൂൾഫ് വരുന്നുണ്ട് കേട്ടോ പുറകെ. വൂൾഫ് വരുന്നുണ്ട്. ഈ പിഗ് ഓടിയിട്ട് നമ്മുടെ സ്റ്റിക്ക് കൊണ്ട് ഉണ്ടാക്കിയില്ലേ, വടി കൊണ്ട് ഉണ്ടാക്കിയ വീടില്ലേ, രണ്ടാമത്തെ ബ്രദർ ഉണ്ടായിരുന്നില്ലേ, ആ രണ്ടാമത്തെ ബ്രദറിന്റെ അടുത്തേക്ക് വീട്ടിലേക്ക് ഓടിപ്പോയി. Help! The wolf is after me! He shouted. Help! The wolf എന്റെ പുറകെ വരുന്നുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യൂ പറഞ്ഞിട്ട് ഉറക്കെ വിളിച്ച് കരയുന്നുണ്ട് കേട്ടോ ഈ പിഗ്. Hurry! He's right behind you, the middle pig said. And he looks hungry. അത് കണ്ടതും ആ രണ്ടാമത്തെ ഏട്ടനില്ലേ, ആ പിഗ് എന്താ പറഞ്ഞത്? വേഗം വരൂ, നോക്ക് നിന്റെ പുറകെ തന്നെ ഉണ്ട് വൂൾഫ്, വേഗം വീട്ടിലേക്ക് കയറിക്കോളൂ. ആ വൂൾഫിനെ കണ്ടിട്ട് വൂൾഫിന് നല്ല വിശപ്പുണ്ട് തോന്നുന്നുണ്ട്, നിന്നെ പിടിച്ച് തിന്നാൻ ചാൻസ് ഉണ്ട് അല്ലേ? പിഗ്സിനെ കഴിക്കില്ലേ വൂൾഫ്? അത് പിടിച്ച് തിന്നാൻ ചാൻസ് ഉണ്ട്, വേഗം വരും ഈ വീടിനുള്ളിലേക്ക് കയറിക്കോളൂ പറഞ്ഞിട്ട് ആ വടി കൊണ്ട് ഉണ്ടാക്കിയ വീടില്ലേ, സ്റ്റിക്ക് കൊണ്ട് ഉണ്ടാക്കിയ വീടില്ലേ, അതിനുള്ളിലേക്ക് പോയി രണ്ടുപേരും കൂടെ. The two little pigs ran inside the stick house and slammed the door. But soon they heard the wolf outside. അങ്ങനെ
ആ വടി കൊണ്ടുണ്ടാക്കിയ വീടിന്റെ ഉള്ളിൽ കയറിയിട്ട് വാതിലടച്ചു. പക്ഷെ പുറത്തുനിന്ന് വൂൾഫിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. I can blow down this house in no time, the wolf said. And he started huffing and puffing. എന്ന് പറഞ്ഞു വൂൾഫ് ഈ വീട് കണ്ടിട്ട് പറഞ്ഞു, ഇത് എനിക്ക് പെട്ടെന്ന് തന്നെ ഊതി താഴെ ഇടാൻ പറ്റും, എല്ലാം തകർത്ത് താഴെ ഇടാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഹഫിങ് ആൻഡ് പഫിങ് പറഞ്ഞിട്ട് ഊതി അത്ര ശക്തി ഇല്ലാത്ത വീടല്ലേ, അത്ര സ്ട്രെങ്ത് ഇല്ലാത്ത വീടല്ലേ, എന്ത് ചെയ്തു? ആ വീടിനെയും തകർത്ത് താഴെ ഇട്ടു. In no time at all, the stick house blew into smithereens. Let's get out of here, the middle pig said. കാണുന്നുണ്ടതാ ഊതാൻ തുടങ്ങിട്ടോ ഈ വൂൾഫ്. എന്നിട്ടോ അപ്പൊ ഈ വീടും അങ്ങനെ തകർന്ന് താഴെ വീണതോ, ഈ വീടൊക്കെ ഇവിടെ തകർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ മിഡിൽ പിഗ് എന്ന് പറഞ്ഞു, വരും നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. So they ran as fast as they could to the little brick house. അപ്പൊ ഓടിയിട്ട് എവിടെ എത്താ? ആ ഏറ്റവും വലിയ ഏട്ടന്റെ വീട്ടിലെ ഏട്ടൻ ഒരുപാട് സമയമൊക്കെ എടുത്ത് നല്ല സ്ട്രോങ് ആക്കി വീടുണ്ടാക്കിയിട്ടില്ലേ ബ്രിക്ക് കൊണ്ട്, ആ ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കിയ വീട്ടിനുള്ളിലേക്ക് ഓടി പോവാണ് കേട്ടോ. അപ്പൊ ആ ഏട്ടൻ കണ്ടതും അവിടുന്ന് പറയുന്നുണ്ട്, ഹറി, യു വിൽ ബി സേഫ് ഹിയർ, വേഗം വരൂ, നിങ്ങൾ ഇവിടെ സേഫ് ആയിരിക്കും, ഇവിടേക്ക് വൂൾഫിന് വരാൻ പറ്റില്ല എന്ന് പറയുന്നത്. അവിടെ കാണുന്നുണ്ട് അതിന്റെ ഉള്ളില് റെഡ് ഡ്രസ് ഇട്ടുള്ള ഏറ്റവും വലിയ ആ ഏട്ടനില്ലേ, ആ ഏട്ടൻ പിഗ് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് വേഗം വരൂ, ഇതിന്റെ ഉള്ളിലേക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞു അനിയന്മാരെടുത്ത്. Soon the wolf arrived and started huffing and puffing. Then he huffed and puffed some more, but nothing happened. എന്ത് ചെയ്തു? ഈ ബ്രിക്കിന്റെ വീട് കണ്ടപ്പോഴും വൂൾഫ് വിചാരിച്ചു, ഇതും ചിലപ്പോൾ ഊതിയിട്ട് താഴ്ത്താൻ പറ്റും എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ഒന്നും പറ്റിയില്ല. ഊതാൻ നോക്കി, ബ്രിക്കിനോണ്ടുണ്ടാക്കി വീടല്ലേ, സ്ട്രോങ് ആയിരിക്കില്ലേ, അത് വീഴുന്നില്ല. വീണ്ടും ട്രൈ ചെയ്തു വൂൾഫ്. നല്ല സ്ട്രോങ് ആയിട്ട് ഊതാൻ തുടങ്ങി. പക്ഷെ വീടോ ബ്രിക്ക് കൊണ്ടുള്ള വീടോ ഇല്ല. അല്ലെ, നമ്മുടെ ഏറ്റവും വലിയ ആയിട്ട് നല്ല സ്ട്രോങ് ആയി ഒരുപാട് സമയമൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടാണ്, അത് വീണില്ല. അപ്പൊ എന്താ പറഞ്ഞത് വൂൾഫ്? എന്താ പറഞ്ഞത്? This house is too strong, the wolf decided. I shall have to go down the chimney. ഈ വീട് നല്ല സ്ട്രോങ് ആണ്, ഇത് ഊതിയിട്ടൊന്നും താഴത്ത് തകർത്തിടാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ വീടിന്റെ ചിമ്മിനിന്റെ മേലെ, ഫയർ പ്ലേസിന്റെ മേലെ ഇങ്ങനെ പുക പോണ സ്ഥലമില്ലേ, അവിടെ ഒരു ഹോൾ ഉണ്ടാവും അല്ലെ ചിമ്മിനിക്ക്, ആ ചിമ്മിനിന്റെ ഉള്ളിൽ കൂടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാന്ന് വിചാരിച്ചു കേട്ടോ ഈ വൂൾഫ്. But the oldest pig had built a nice hot fire in the fireplace. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് വരാൻ പോവാണ്. ഈ കാണുന്ന ഇതിന്റെ ഉള്ളിൽ കൂടെ കേട്ടോ, ഈ ചിമ്മിനിന്റെ ഉള്ളിൽ കൂടെ വൂൾഫ് ഇറങ്ങാനാണ് പ്ലാന്. ഇറങ്ങിയപ്പോ എന്താ പറ്റിയത്? ആ ഏട്ടൻ പിഗ് ഇല്ലേ, ഏട്ടൻ പിഗ് അവിടെ ഫയർ പ്ലേസിൽ തീയിട്ടിട്ടുണ്ടായിരുന്നു. കാണുന്നുണ്ടോ? ആ വൂൾഫ് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വീട്ടിലേക്ക് കയറാന്ന് വിചാരിച്ചത് ആ തീയിലേക്കാണ് വന്ന് വീണത്. എന്നിട്ടോ, Yuckies! My tail is burning, said the wolf, and he jumped up the chimney. അതിലേക്ക് വീണതും എന്ത് പറ്റി? വൂൾഫിന്റെ വാലിന് തീ പിടിക്കാൻ തുടങ്ങി. അവിടെ തീയിട്ടില്ലേ ഫയർ പ്ലേസില്, ആ തീയിട്ടതും വാല് പൊള്ളാൻ തുടങ്ങിയപ്പോഴേക്കും തിരിച്ച് വൂൾഫ് എന്ത് ചെയ്തു? ആ ചിമ്മിനിന്റെ മേലെ കൂടെ തന്നെ തിരിച്ച് പുറത്തേക്ക് ചാടിപ്പോയി. അങ്ങനെ ഈ വൂൾഫിന് വീട്ടിനുള്ളിൽ കയറാൻ പറ്റിയില്ല കേട്ടോ. The next day, the oldest pig showed his brothers how to build strong houses out of bricks. പിറ്റേ ദിവസം എന്ത് ചെയ്തു? ആ ഏട്ടൻ പിഗില്ലേ, ഏട്ടൻ പിഗ് അനിയന്മാർക്ക് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള വീട് ഉണ്ടാക്കാന്നല്ലേ. അപ്പൊ അഥവാ വൂൾഫ് വന്നാലും ആര് വന്നാലും ഒന്നും ആ വീട് തകർത്തിടാൻ പറ്റില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടായിരിക്കും. അങ്ങനെ അനിയന്മാരും തീരുമാനിച്ചു കേട്ടോ ആ സ്ട്രോങ് ആയിട്ടുള്ള വീട് ഉണ്ടാക്കാൻ. അപ്പൊ അവര് ഓരോ ആ ഏട്ടൻ പറഞ്ഞ കേട്ടിട്ട് സ്ട്രോങ് ആയിട്ടുള്ള വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. This is hard work, said the youngest pig. ഏറ്റവും ചെറിയ അനിയൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? This is hard work. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് കുറച്ച് ബുദ്ധിമുട്ടി ചെയ്യേണ്ട പണിയാണ്. അപ്പൊ ഏട്ടൻ എന്താ പറഞ്ഞത്? I know, said the oldest pig, but you will never have to worry about the wolf again. And when you finish, we can play. അപ്പൊ ഏട്ടൻ പറഞ്ഞു കൊടുത്തു, അതെ, ഇത് ശരിക്കും കുറച്ച് പണിയാണല്ലേ, കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് ചെയ്യാൻ. പക്ഷേ ഇത് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും സ്ട്രോങ് വീടുണ്ടാക്കി കഴിഞ്ഞാൽ എന്താ പറ്റാ? പിന്നെ ഒരിക്കലും വൂൾഫ് വരുമോന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സമാധാനത്തോടെ വീട്ടിൽ കിടന്നുറങ്ങി കളിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് കുറച്ച് സമയം എടുക്കും, പക്ഷെ നല്ലോണം ഈ സ്ട്രോങ് ആയിട്ടുള്ള വീടൊക്കെ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് സുഖമായിട്ട് ഒന്നും വെറി ചെയ്യാതെ കളിക്കാമല്ലോ എന്ന് പറഞ്ഞു. അതാണ് കഥ. അങ്ങനെ അവരെല്ലാരും സ്ട്രോങ് ആയിട്ടുള്ള വീട് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് 3 Little Pigs പറഞ്ഞിട്ടുള്ള കഥ. നല്ല കഥയല്ലേ?
നിങ്ങളും ആ ഏട്ടൻ പിഗിലെ ആ ഏട്ടൻ പിഗിനെ പോലെ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലേ. അല്ലാതെ മടി വിചാരിച്ച് എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യല്ല. ചില സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ചെയ്യാൻ പറ്റിയില്ല, കുറേ സമയം എടുക്കുകയാണെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ.